ഒരു ഉരുക്കു വനിതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അവരിന്ന് ജനങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് കേന്ദ്രത്തിന് മുൻപിൽ എത്തിക്കുകയാണ് പ്രിയങ്ക. ഇപ്പോഴിതാ ബംഗ്ലാദേശിലെ ഹിന്ദു ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ ശബ്ദം ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് പ്രിയങ്ക പറയുന്നത്. ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെടുകയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും BJP സർക്കാരും മൗനം പാലിക്കുകയാണ്. അത് പാടില്ല. ഈ വിഷയത്തിൽ നമ്മൾ നിലപാടെടുക്കണമെന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശ് വിജയ് ദിവസ് ആഘോഷിക്കാത്തതിലുള്ള പ്രതിഷേധവും കോൺഗ്രസ് രേഖപ്പെടുത്തി. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ബംഗ്ലാദേശിന് നേരെ കണ്ണടച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് അത്തരമൊരു യുദ്ധത്തിനിറങ്ങാനും വിജയം കൈവരിക്കാനും കഴിഞ്ഞതെന്ന് പ്രിയങ്ക പറഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിനു മുൻപിൽ പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങുന്ന ഒരു ചിത്രം കരസേനയുടെ ആസ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. ആ ചിത്രം അവിടെ പുനഃസ്ഥാപിക്കണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1971 ബംഗ്ലാദേശിൽ കൂട്ടക്കൊല നടന്നപ്പോൾ ഇന്ത്യ മാത്രമാണ് അതിനെതിരെ പോരാടാൻ തയ്യാറായത്. ലോകം മുഴുവൻ ഈ സംഭവത്തിനു നേരെ കണ്ണടച്ചു. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുത്തെന്നും രാജ്യം മുഴുവൻ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നുവെന്നും ഇന്ത്യ യുദ്ധത്തിൽ വിജയിച്ചുവെന്നും പ്രിയങ്ക എടുത്തു പറഞ്ഞു. പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യൻ പട്ടാളക്കാർക്ക് മുന്നിൽ കീഴടങ്ങുന്ന ഒരു ചിത്രം പ്രതിരോധ മന്ത്രാലയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത് അവിടെയില്ല. അത് ആ യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും പ്രിയങ്ക തുറന്നടിച്ചു. പ്രിയങ്ക സംസാരിക്കുന്നതിനിടെ 3 തവണയാണ് മൈക്ക് ഓഫ് ചെയ്തത്. ലോക്സഭയുടെ 0 അവറിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തിന്റെ വിഷയം ഉന്നയിക്കണമെന്ന് പ്രിയങ്ക കേന്ദ്രത്തോട് പറഞ്ഞു. എന്നാൽ സംസാരിക്കാൻ സമയം കിട്ടാത്തതിനു പിന്നാലെ കോൺഗ്രസ് പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതേസമയം പലസ്തീൻ എന്നെഴുതിയ ബാഗുമായാണ് പ്രിയങ്ക ഗാന്ധി വന്നത്. പലസ്തീനിലുള്ള ഐക്യദാർഢ്യത്തിന്റെ സന്ദേശമായാണ് പലസ്തീൻ ബാഗുമായി എത്തിയത്. പലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തൻ ആ ബാഗിൽ കാണാം. കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദാണ് ചിത്രം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രിയങ്കാജി ബാഗ് കയ്യിൽ കരുതിയതെന്നും അനുകമ്പ, നീതി, മാനവികത എന്നിവയോടുള്ള പ്രതിബദ്ധത ജനീവ കൺവെൻഷൻ ലംഘിക്കാൻ ആർക്കും കഴിയില്ലെന്ന് അവർക്ക് വ്യക്തമാണെന്ന് ഷമാ മുഹമ്മദ് എക്സിൽ കുറിച്ചു. എന്നാൽ ഷമാ മുഹമ്മദിന്റെ പോസ്റ്റിന് താഴെ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് കമന്റ് ചെയ്തത്. ഇറ്റലിക്കാരന്റെ പങ്കാളിയായ അവർക്ക് ഇറ്റലിയോടോ ഇന്ത്യയോടോ യാതൊരു വിധേയത്വവും ഇല്ല. പക്ഷേ പലസ്തീനോടുണ്ട്. മുത്തച്ഛന്റെ കാലത്ത് തുടങ്ങിയ പ്രീണന രാഷ്ട്രീയം ഇന്നും തുടരുന്നു എന്നാണ് ഒരു പരിഹാസം. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാകിസ്ഥാൻ സേനയെ പരാജയപ്പെടുത്തിയ വിജയ് ദിവസ് ദിനമായ ഇന്ന് ഹമാസ് പോലുള്ള ഒരു സംഘടനയെ പിന്തുണയ്ക്കുന്നത് ശരിയല്ലെന്നാണ് മറ്റൊരു കൂട്ടരുടെ വിമർശനം. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെയും കശ്മീരിലെയും ഹിന്ദുക്കളെ കുറിച്ച് പ്രിയങ്ക മിണ്ടാത്തത് എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. അതേസമയം പ്രിയങ്ക പലസ്തീനെ പിന്തുണച്ച ബാഗുമായി എത്തിയ രീതിക്കെതിരെ രൂക്ഷ വിമർശനമാണ് BJP ഉയർത്തിയത്. പ്രിയങ്കയുടേത് പ്രീണന രാഷ്ട്രീയമെന്നാണ് BJP നേതാവ് സംബിത് പത്രയുടെ പരിഹാസം. ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒട്ടും പുതിയതല്ല എന്നും നെഹ്റു മുതൽ പ്രിയങ്ക വരെയുള്ളവർ എന്നും പ്രീണനത്തിന്റെ ബാഗ് ചുമന്നവരാണെന്നും ഒരിക്കൽ പോലും രാജ്യസ്നേഹത്തിന്റെ ബാഗ് അവർ ചുമന്നിട്ടില്ല എന്നും ഈ ബാഗാണ് അവരുടെ തോൽവിക്ക് തന്നെ കാരണമെന്നും സംബിത് പത്ര ട്വീറ്റ് ചെയ്തു. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് പലപ്പോഴായി പ്രിയങ്ക പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് എൽറാസെക് അബിജാസ്റുമായും പ്രിയങ്ക ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച. പലസ്തീന്റെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി കൂടിക്കാഴ്ചയിൽ അവർ അറിയിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ആബിദ് എൽറാസെക് നൽകിയ ബാഗാണ് പ്രിയങ്ക കയ്യിൽ കരുതിയത്.